ഒരു കമ്പനി അതല്ലെങ്കിൽ ഒരു ഓണർ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ ആ ഹയറിങ് ഒരു സ്മാർട്ടർ ഹയറിങ് ആണെങ്കിൽ ആദ്യമായിട്ട് എടുക്കേണ്ട ഒരു പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിങ്. ശരിക്കും എന്താണ് ഈ മാൻ പവർ പ്ലാനിങ്? ഈ മാൻ പവർ പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിക്ക് ഒരു എംപ്ലോയിനെ എടുക്കുമ്പോൾ ആ കമ്പനിക്ക് എത്ര ആൾക്കാരിന് ആവശ്യമുണ്ട്, ഏതൊക്കെ തരം ആൾക്കാരാണ് ആവശ്യം, ഏതൊക്കെ തരം സ്കിൽസ് ഉള്ള എംപ്ലോയീസിനാണ് ആവശ്യം, ഏത് പ്രശ്നത്തിനുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് എംപ്ലോയിനെ എടുക്കുന്നത്, ഏതൊക്കെ തരം ക്ലയൻസിനെയാണ് ഈ ഒരു എംപ്ലോയി വന്നിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ തരം ഭാഷകളാണ് സംസാരിക്കുക എന്ന് തുടങ്ങി ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുക എന്ന പ്രോസസ്സിനെയാണ് ശരിക്കും മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഒരു മാൻ പവർ പ്ലാനിങ് എങ്ങനെയാണ് ഒരു ഹയറിങ്ങിനെ സ്മാർട്ടാകുന്നത് വെച്ചാൽ, ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിച്ചാൽ നമുക്ക് ഈ ഒരു എംപ്ലോയിനെ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മെയിനായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു എംപ്ലോയിയുടെ മേത്ത് അനാവശ്യമായിട്ട് ചിലവഴിക്കുന്ന കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഒരു ടീമിലേക്ക് ഒരു മിസ്മാച്ച് ആയിട്ട് ഒരാളെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു ഡിസിപ്ലിൻ ആക്ഷനുകൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ക്ലയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് നമ്മളെ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രാൻഡിനെ മിസ്മാച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ശരിക്കും ഒരു ഹയർ കമ്പനിക്ക് മാത്രമല്ല, സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ മീഡിയം സ്കെയിലും വർക്ക് ചെയ്യുന്ന ഏതൊരു കമ്പനിക്കും ഇത് ഈ ഒരു മാൻ പവർ പ്ലാനിങ് ഹയറിങ്ങിൻ്റെ മുന്നേ ഇമ്പോർട്ടൻ്റ് ആണ്.